നിങ്ങൾ മീലുകൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തടി കുറയുന്നതിന് പകരം തടി കൂടുകയാണ് ചെയ്യുക. ഇതിലോട്ട് വരാം. ഞാൻ പണ്ട് ചെയ്ത കുറേ മണ്ടത്തരങ്ങളാണ്. ഒരു മീല് സ്കിപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറക്കുക. ഇതൊക്കെ നിങ്ങളുടെ തടി കൂട്ടാനേ കാരണമാകുള്ളൂ, ഒരിക്കലും കുറയാൻ കാരണമാകും. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ വെയിറ്റിൽ നിന്നും ഈ വെയിറ്റിലോട്ട് എത്താൻ കാരണം ഞാൻ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ റിച്ച് ആക്കി, കഴിക്കുന്ന പോർഷൻ കൺട്രോൾ ചെയ്തു. ഞാൻ കാർബ് എത്ര കഴിക്കണം, ഫാറ്റ് എത്ര കഴിക്കണം, അതുപോലെ തന്നെ പ്രോട്ടീൻ എത്ര കഴിക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റ് അളക്കാൻ തുടങ്ങി. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പോർഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ കൂടുതൽ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് കുറച്ച് അതുപോലെ തന്നെ നമ്മുടെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരം കൂടിയാണ് നമ്മൾ നമ്മുടെ കഴിക്കുന്ന ഫുഡിനെ വളരെ കുറക്കുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ മാക്സിമം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ കാർബിന്റെ അംശം കുറക്കുക. ഒരിക്കലും ഒഴിവാക്കരുത്. ചോറാണെങ്കിൽ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് നിങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിലും ഇലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ആഡ് ചെയ്യുക. ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോട്ടീൻ റിച്ച് ആക്കുക ഫുഡിൽ. അതുപോലെ നിങ്ങൾക്ക് ഷുഗർ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പയ്യെ ഷുഗർ അവോയ്ഡ് ചെയ്യും. അപ്പം നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇതുപോലെ ബോഡി വെയിറ്റ് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ബോഡി വെയിറ്റ് കുറക്കാനല്ല, മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ റീൽ സേവ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് റീൽ ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ മീലുകൾ കാണിച്ചു തരാം. നിങ്ങൾ അതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് കറക്റ്റായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഇസ് ബോയ്മൻ ഫ്രം ബോഹലോകം.